കണ്ടില്ലേ, ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ചധികം പേപ്പറുകളുണ്ട്. ഇത് നിലപാടുകളാണ്. അപ്പം ചോദിക്കും എന്ത് നിലപാടാണെന്ന്. അതിലേക്കാണ് വരുന്നത്, നോക്കാം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും. അതിലിപ്പോൾ എന്താ സംശയം? ആദ്യ പള്ളി അടച്ചിട്ടതും പിന്നെ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ തുറന്നു കൊടുത്തതും അത് കഴിഞ്ഞ് പള്ളി പൊളിച്ചതും എല്ലാം കോൺഗ്രസിന്റെ കാലത്തല്ലേ? അപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർ ക്ഷേത്രം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ ആർക്കെങ്കിലും അത്ഭുതമുണ്ടോ? ഏതായാലും പങ്കെടുക്കുന്ന കാര്യം അത് അവർ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ എത്ര അമ്പലങ്ങൾ കയറിയിറങ്ങി ഭസ്മവും കുറിയും വാരി തേച്ച് കാവ് പൊതിച്ചിട്ട് കിട്ടിയ ഓഫറാണെന്ന് അറിയൂ. ആ പുണ്യസ്ഥലത്ത് തൻ്റെ പാദങ്ങൾ പതിപ്പിക്കുക എന്നത് അത്യപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ? അത് വിട്ടുകളയില്ല എന്നല്ലേ മൃദു ഹിന്ദുത്വവാദികളുടെ തീരുമാനം? ഈ നിലപാട് നമുക്കൊരു ഭാഗത്ത് വയ്ക്കാം, അനക്കണ്ട. അടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാട്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള ക്ഷണം CPM നേതാവ് സീതാറാം യെച്ചൂരി നിരസിച്ചിട്ടുണ്ട്. അതേസമയം സോണിയാഗാന്ധി ക്ഷണം സ്വീകരിക്കുകയും എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്താണ് താങ്കളുടെ നിലപാട്? ഈ ചോദ്യത്തിന് സതീശൻ്റെ മറുപടി വളരെ ലളിതമാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഇതും നമുക്കൊരു മൂലയ്ക്കിരിക്കുക. അടുത്തത് മുരളീധരൻ്റെ വരവാണ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കരുത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട്. ഇതും ഒരു ഭാഗത്ത്. കൂട്ടത്തിൽ മിടുക്ക ശശി തരൂരാണ്. പുള്ളി അങ്ങെങ്ങും തൊടാത്ത ഇംഗ്ലീഷ് പറയും പോലെ അവിടെയും വേദനിപ്പിച്ചില്ല ഇവിടെയും കൊള്ളിച്ചില്ല എന്ന കണക്കെ ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞു. അതായത് രാമക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണമോ എന്നത് വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒന്നാണ് എന്ന്. ഏത് ഇലയ്ക്കും മുള്ളിനും കേട് വരാതെയുള്ളൊരു പരാമർശം. ഈ നിലപാടും ഇവിടെ ഇരിക്കട്ടെ. KPCC പ്രസിഡന്റ് നൈസായിട്ട് കൈ കഴുകിയിട്ടുണ്ട്. അതായത് BJPയെ വേദനിപ്പിക്കാനും പാടില്ല, കോൺഗ്രസിനൊപ്പം നിൽക്കുകയും വേണം. ആയതിനാൽ KPCC അല്ല AICC ആണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. മികച്ച ഒരു നിലപാട്. അതും ഈ മൂലയ്ക്കിരിക്കട്ടെ. ഇനി KC വേണുഗോപാൽ അയോധ്യ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഒളിച്ച് കളിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതും ഒരു നിലപാടാണ്. നോക്ക്, എത്ര നിലപാടുകളാണ് ഇങ്ങനെ നിരന്നിരിക്കുന്നത്. എന്താ ഭംഗി കാണാൻ. ഇതൊക്കെ കഴിഞ്ഞ് ബൂത്ത് കമ്മിറ്റിക്ക് ഒരു നിലപാട്, വാർഡ് കമ്മിറ്റിക്ക് വേറൊരു നിലപാട്, മണ്ഡലം കമ്മിറ്റിക്ക് മറ്റൊരു നിലപാട്, ബ്ലോക്ക് കമ്മിറ്റിക്ക് ഒരു നിലപാട്, DCCക്ക് വേറൊരു നിലപാട്. അച്ഛൻ, അമ്മ, പെങ്ങൾ, അനുജൻ, ചേട്ടൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്നിവർക്ക് എവിടെ നിന്നോ വന്ന വേറെ കുറേ നിലപാടുകളും. കണ്ടു നിൽക്കുന്ന ലീഗിന് ഇതെല്ലാം നൊമ്പരപ്പെടുത്തുന്ന നിലപാടും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂടെ നിങ്ങളൊക്കെ? ഏത് വിഷയം വന്നാലും ഇത് തന്നെ അവസ്ഥ. വല്ലാത്ത തൊന്തരവ് തന്നെ.